ഈ ഈസ്റ്റ് കോസ്റ്റ് ഓൺലൈൻ ഇതിനെക്കുറിച്ച് ഞാൻ ചേട്ടൻ്റെ ഈ കാര്യം സംസാരിച്ചപ്പോൾ എന്നെ പറഞ്ഞത് അവരെ എന്റെ ഓഫീസിലേക്ക് വിടും. എനിക്ക് തോന്നുന്നു അന്നൊരു പേര് പറഞ്ഞു, ഒരു വിനോദ ആരോ പേര് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, ഇവരുടെ ഡീറ്റെയിൽ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ അത് ഈസ്റ്റ് കോസ്റ്റിന്റെ ഓൺലൈൻ ഇതിൽ കൂടെ അത് പോവുകയും യഥാർത്ഥത്തിൽ ദുബായിലെയും മറ്റു ഭാഗങ്ങളിലും ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് തിരിച്ച് അവർ വളരെ സന്തോഷകരമായ റിപ്ലൈയാണ് കിട്ടിയത്. ഇവർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിയിക്കുകയും അതിനവർ വന്ന് പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അവർ നാട്ടിൽ വന്നതിന് ശേഷം ഓഫീസിൽ വന്നു. ഞാൻ അത് ചേട്ടനെ വിളിച്ചു പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നെ രണ്ടാമതൊരു ശബരിമല വിഷയം സംബന്ധിച്ച് ഓക്കെ. അപ്പം ഈ നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ദൃശ്യമാധ്യമങ്ങൾ നമ്മളെ എന്നും ഒരു വാർത്ത പോലും കൊടുക്കാൻ അവരാരും തയ്യാറാകില്ല. ആ കാലഘട്ടത്തിലാണ് ഇന്ന് അവരുടെ വാർത്ത പോലും കൊടുക്കാൻ ഇന്ന് നമ്മുടെ ഈ നവ മാധ്യമങ്ങൾക്ക് സാധിക്കും. അത് വലിയൊരു കൂട്ടായ്മ. ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ കണ്ടായിരുന്നു. ഇപ്പം തന്നെ അതിനകത്ത് ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. അപ്പൊ നേരത്തെ വിജയൻ ചേട്ടൻ സംസാരിച്ചത് കൊണ്ട് ഞാനത് അക്കാര്യത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു ഇതുപോലെ സംഗീതം അതുപോലെ ഒരുപാട്, കാരണം പല അഭിപ്രായങ്ങൾ എഴുതുമ്പോൾ അതിനകത്ത് പല പിന്നെ പ്രതികരണങ്ങളും ഉണ്ടാകും. അതിനെയൊന്നും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഭയന്നാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. ഈ കഴിഞ്ഞ സമയത്ത് ഈ നോട്ട് വിവാദവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ റിസർവ് ബാങ്കിന്റെ മുന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടെ ധർമ്മസംഘം വിളിച്ചു. അപ്പൊ ഞാൻ ഇന്ന് ഭാരതം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഘടകകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ ആളാണ്. എന്നിട്ട് പോലും ഈ നോട്ട് പ്രതിഷേധിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിശ്ചയിക്കുമ്പോൾ അതിനൊരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ ഒരു പ്രകടനം നടത്തി. പക്ഷെ അത് ഫേസ്ബുക്കിൽ കൂടി ഇങ്ങനെ എന്നെ പ്രചരിച്ചപ്പോൾ എനിക്ക് വന്ന എൻ്റെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അതായത് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ പറയൂ. ആ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിന്ന് അതിന് എന്ത് ഇവിടെ പിന്നെ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം അതിൽ നിന്ന് കുലുങ്ങണ ഒരു സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വം ഇതിന്റെ സൂര്യ തേജസ്സായി ഈസ്റ്റ് കോസ്റ്റിന്റെയും ഈ നവമാധ്യമങ്ങളുടെയും ഒക്കെ നിൽക്കുന്നതിൽ നമുക്ക് വലിയ അഭിമാനമാണുള്ളത്. ഇനിയും ഇതുപോലുള്ള കൂട്ടായ്മകളും ഇതുപോലുള്ള പരിപാടികളുമൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കട്ടെ. ഇതൊന്നുമല്ല നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വർക്കിംഗ് ഡേ ആയിരിക്കാം, ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. ഒരുപാട് ആൾക്കാർ ഈ ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഇതിന്റെ ലേവലിൽ ഇതിന്റെ കൂട്ടായ്മയിൽ ഇന്ന് കേരളത്തിലും പിന്നെ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും വിദേശത്തുമൊക്കെയുള്ള ആയിരക്കണക്കിന് പേർ അദ്ദേഹത്തിന്റെ ഈ നവമാധ്യമ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നവരും എത്താൻ ശ്രമിക്കുന്നവരൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ കൊണ്ടായിരിക്കാം എത്താൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ ഇനിയും നിരവധി കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ജീവകാരുണ്യ പ്രവർത്തനം, ഏറ്റവും കൂടുതൽ ബ്ലഡ് ഡൊണേഷൻ, ആംബുലൻസ് സർവീസ്, ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന രൂപത്തിലൊക്കെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നമ്മളോട് സഹകരിക്കുന്നതും വിളിക്കുന്നതും. അതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.